ഫോക്കസിങ് ഫോക്കസ് ചെയ്തിരിക്കുന്നു. വികസനവും മതനിരപേക്ഷതയും തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന് ഇനി ഒരാഴ്ച മാത്രം UDFും BJPയും ഒരു കൂട്ടം മാധ്യമങ്ങളും ഉയർത്താൻ ശ്രമിച്ച വിവാദങ്ങളെ പിന്തള്ളി സംസ്ഥാനത്ത് വികസനവും ക്ഷേമവും മതനിരപേക്ഷതയും തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ചർച്ച. SIR നീട്ടി വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ വൻ ഉയർന്നതോടെ കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിറങ്ങലിച്ച് ശ്രീലങ്ക. കൊളംബോ. ദിഗ്വ ചുഴലിക്കാറ്റ് വിതച്ച ദുരന്തങ്ങളിൽ വിറങ്ങലിച്ച് ശ്രീലങ്ക. ശക്തമായ മഴയിലും മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 334 ഉയർന്നു. 370 പേരെ കാണാതായി. കായികം. മാനമുട്ടെ കേരളം. ശിവാനി എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് കേരളത്തിന് ഹാട്രിക് കിരീടം. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ 8 സ്വർണവും 3 വെള്ളിയും 6 വെങ്കലവും അടക്കം 67 പോയിന്റുമായാണ് നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ആൽമരം. ഇന്ത്യയുടെ ദേശീയ ഗാനമേത്? ജനഗണമന. ഇന്ത്യയുടെ പക്ഷി മത്സ്യം അറിയപ്പെടുന്നതാര്? ഡോക്ടർ സലീം അലി. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? കടുവ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്?
തിന്നാൽ മധുരം ഇരട്ടി മധുരം കുത്തുന്ന കാലത്ത് തന്നെ തിറയിൽ രണ്ട് കാലുണ്ട് മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. എന്താ രണ്ട് കാലുണ്ട് മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രണ്ട് കാലുണ്ട് മൂക്കില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കന്നഡ. ഏതാ? ആ ഒരുക്കാൻ കഴിയുന്ന അക്കമേത്? മുഖമില്ല കപ്പന് പാറുന്ന താടി. താടി. ശ്രദ്ധിച്ചേ, നിങ്ങളെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതെന്ന് ചോദിച്ചപ്പോ എന്ത് ഉത്തരം പറഞ്ഞേ? ആദ്യം എന്ത് ഉത്തരം പറഞ്ഞേ? ഒക്കെ പറയാ. ആനാണ് ഉത്തരം പറഞ്ഞത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്? ഓക്കെ ഓക്കെ. അപ്പം 1ാം ക്ലാസ്സിന്റെ കൂട്ടുകാരുടെ അസംബ്ലി അവതരിപ്പിച്ച എല്ലാം ഇതുവരെയുള്ള എല്ലാം ദേശീയ അവർ തന്നെ ആയിരിക്കും. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നത്? നന്നായിട്ടില്ലയോ? ഓക്കെ, ന്യൂസൊക്കെ വളരെ നന്നായിട്ട് വായിച്ചില്ലയോ? 4ാം ക്ലാസ്സിൽ വായിക്കാനെക്കാട്ട് ഭംഗിയായിട്ട് 1ാം ക്ലാസ്സിൽ വായിച്ചു തോന്നുന്നു. അതിന്റെ അർപ്പമൊന്നും ഇല്ലാതെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം മിടുക്കനാണ്. എല്ലാവരും നല്ല ഒന്നാമതായിട്ട് പിന്നെ അസംബ്ലി അവതരിപ്പിച്ചതാ. ഗുഡ്. നല്ലൊരു ക്ലാസ് കൊടുത്തവർക്ക്. ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ക്ലാസ്സുകാർക്കും എന്തായാലും ചെയ്യാൻ പറ്റുമല്ലോ. പറ്റത്തില്ല? പലപ്പോഴും നമ്മുടെ അസംബ്ലി ചിലപ്പോൾ ഒരു പേരിനൊക്കെ നടന്ന അവസ്ഥയുണ്ട്. അതല്ല, എല്ലാ അസംബ്ലികളും നമ്മൾ ഇങ്ങനെ തന്നെ നല്ല രീതിയിലായിരിക്കും നടത്തി പോകുന്നത്. ഓക്കെ.